വാൾപ്പാറ അപകടത്തിന് പിന്നാലെ ചികിത്സയിലായിരുന്ന നൗഷാദ് അലിയും മരിച്ചു. കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 കോയമ്പത്തൂരിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ആയിരുന്നു നൗഷാദ് അലി ചികിത്സയിൽ കഴിഞ്ഞത്. ഇവിടെയാണ് ഷഹദും ചികിത്സയിൽ കഴിയുന്നത്. ഷഹദിൻ്റെ കാര്യം വളരെ ദയനീയ അവസ്ഥയാണ്. ആ വലിയ ദുരന്തം ഒരു കുടുംബത്തിൻ്റെ തണലാണ് എന്നേക്കുമായി കവർന്നെടുത്തത്. പാങ് സ്കൂളിലെ പാചക ജീവനക്കാരിയായിരുന്ന സാജിദയുടെ മരണം ആ കുടുംബത്തെ തീരാത്ത കടക്കിണിയിലേക്കും അനിശ്ചിതത്വത്തിലേക്കുമാണ് തള്ളിവിട്ടിരിക്കുന്നത്. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ഗുരുതര അവസ്ഥയിൽ കഴിയുന്ന ഷഹദ് ഇപ്പോഴും തൻ്റെ ഉമ്മ മരിച്ച വിവരം അറിഞ്ഞിട്ടില്ല. ഉമ്മച്ചി വീട്ടിലുണ്ടോ, ഉമ്മയുടെ ബോഡി കിട്ടിയോ എന്നിങ്ങനെയുള്ള അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ ആരെയും കണ്ണീരണിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നട്ടെല്ലിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഷഹദ് ഇപ്പോൾ ശസ്ത്രക്രിയക്കായി കാത്തിരിക്കുകയാണ്. രക്തക്കുറവ് അനുഭവപ്പെടുന്നതിനാൽ തുടർച്ചയായി രക്തം നൽകിക്കൊണ്ടിരിക്കുന്നു. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ഈ കുഞ്ഞിൻ്റെ ഭാവി ഇനി എങ്ങനെ മുന്നോട്ട് പോകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പഠനത്തിനും തുടർന്നുള്ള ജീവിതത്തിനും ഷഹദിന് സർക്കാരിൻ്റെ വലിയൊരു സഹായം അനിവാര്യമാണ്. ഷാജിദയുടെ തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ആ കുടുംബം പുലർന്നിരുന്നത്. വീടുപണിയുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അപകടത്തിൽപ്പെട്ട അധ്യാപകർക്ക് നിയമാനുസൃതമായ സഹായങ്ങൾ ലഭിക്കുമ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരിയായ ഷാജിദയുടെ കുടുംബത്തിന് സർക്കാരിൻ്റെ പ്രത്യേക കരുണയുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും സഹായം ലഭിക്കുകയുള്ളൂ. ഷാജിദയുടെ ഉമ്മയും മകനും മാത്രം അവശേഷിക്കുന്ന ഈ കുടുംബത്തിന് ഒരു കൂരയൊരുക്കാനും ഷഹദിൻ്റെ ചികിത്സക്കും വിദ്യാഭ്യാസത്തിനുമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉദാരമായ സഹായം ഉണ്ടാകേണ്ടതുണ്ട്. മരണത്തിൻ്റെ ഭയാനകമായ ഓർമ്മകൾക്കിടയിൽ പുഞ്ചിരിയോടെ സംസാരിക്കുന്ന ഷഹദിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് കൈകോർക്കാം. ഷാജിദ എന്ന ആ സഹോദരിയുടെ ഒറ്റ വരുമാനത്തിലാണ് ഈ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉപ്പയും ഉമ്മയുമില്ലാതെ ഷഹദും വെല്ലിമയും എങ്ങനെ ഇനി കാലങ്ങൾ കഴിച്ചു തീർക്കുമെന്നും ചികിത്സയും തുടർ പഠനവും എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും സർക്കാർ മനസ്സിലാക്കി ഇവരെ ചേർത്ത് പിടിക്കുവാനുള്ള അഭ്യർത്ഥനകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 5 ദിവസത്തിന് മാറ്റി വെച്ചപ്പോൾ രക്തം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിന് കമ്മിയുണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ 3 കുപ്പി കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഒരാളും കൂടി വേണം പറഞ്ഞിട്ട് വേറൊരാളും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ രക്തം എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനെല്ലാതും ഓർമ്മ ഉണ്ട്. അവിടെ സംഭവിച്ചതൊക്കെ ഓർമ്മ ഉണ്ട്. അത് തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭയമൊന്നും അവൻ്റെ മനസ്സിൽ മുഖത്ത് കാണുന്നില്ല എന്നാണ് പറയുന്നത് എല്ലാവരും. അവൻ്റെ വർത്താനം നല്ല എനർജി ആയിട്ടാണ് വർത്താനം. ഇല്ല, അതറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ബോഡി കിട്ടിയിട്ടില്ല, സാജിദയുടെ ബോഡി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ ബോഡി എന്നൊന്നും അവനക്ക് അറിയില്ല. ഉമ്മയുടെ ബോഡി കിട്ടിയോ, ഉമ്മച്ചി ഇവിടെ വീട്ടിലുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. സർക്കാരിൽ പറയുന്നതെന്ന് വെച്ചാൽ ടീച്ചർമാരും അവരുടെ കൂടെയാണ് സാജിദ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. നമുക്കിവിടെ ഉപജീവനം എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാജിദ ഒറ്റ ജോലി കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഈ വീട്ടിൽ ഉമ്മയും അവൾ മാത്രമാണ് ഉള്ളത്. അവളെ ഒറ്റ ജോലി കൊണ്ട് തന്നെയാണ് ഈ കുടുംബം കഴിഞ്ഞ് പോണത്.